ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് ഒന്നാം പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒന്നാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കാരണം ഇപ്പോഴാണ് CPM BJP ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ CPM-ഉം BJP-യും തമ്മിലുള്ള ഈ അവിഹിത ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പ്രതിപക്ഷം പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്നതാണ് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങളെല്ലാം. മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് പറയുക, മുഖ്യമന്ത്രിക്ക് നന്ദകുമാറോട് മാത്രമേ വിരോധമുള്ളൂ. കാരണം നന്ദകുമാർ VS അച്യുതാനന്ദൻ പിണറായി വിജയൻ പോരാട്ടത്തിൻ്റെ കാലത്ത് അച്യുതാനന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അതാണ് ദേഷ്യം. നന്ദകുമാറിനോടുള്ള പ്രശ്നം അതാണ്. ഞാൻ നന്ദകുമാറും അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് 2011 പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള ആളാണ്. അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചതിൻ്റെ ഫോൺ നമ്പറുകൾ മുഴുവൻ അടക്കമുള്ള ബന്ധപ്പെട്ടിരുന്നതാണ്. മുഖ്യമന്ത്രിയായിരുന്ന CPM-ൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദന് മുതൽ നന്ദകുമാറായിട്ട് ബന്ധമുണ്ട്. പല CPM നേതാക്കൾക്ക് ബന്ധമുണ്ട്. ഇതിനു മുമ്പ് ഏത് നന്ദകുമാർ എന്ന് ജയരാജൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജയരാജൻ നന്ദകുമാറിൻ്റെ വീട്ടിൽ പോയി നന്ദകുമാറിൻ്റെ അമ്മയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് മാധ്യമപ്രവർത്തകരായ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ബന്ധമാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ജാവദേക്കറെ കണ്ടതുകൊണ്ടും സംസാരിച്ചതുകൊണ്ടും ഒരു കുഴപ്പമില്ലെന്നാണ്. അതായത് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ്. അതുകൊണ്ട് തള്ളിപ്പറയാൻ പറ്റില്ല. തള്ളിപ്പറഞ്ഞാൽ ജയരാജൻ തിരിച്ചു പറയും. ഞാൻ ചോദിക്കട്ടെ, പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല. ആ പ്രകാശ് ജാവദേക്കർ ജയരാജൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വന്നാലും EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുടെ വീട്ടിലേക്ക് പോയാൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്? കേരളത്തിൻ്റെ BJP-യുടെ ചുമതലയുള്ള എന്താണ് അവരുടെ വാക്കെന്താണ്? പ്രഭാരി എന്ന് പറയുന്ന അവരുടെ വാക്കതാണ്. ചുമതലയുള്ള BJP നേതാവുമായി കേരളത്തിലെ LDF കൺവീനർ എന്താണ് സംസാരിക്കാനുള്ളത്? അതിനിടയിൽ മുഖ്യമന്ത്രി അറിയാതൊരു വാചകം പറഞ്ഞു, ഞാൻ എത്രയോ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പം എന്തിനാ ജാവദേക്കറെ പല പ്രാവശ്യം കാണുന്നത്? അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം നിതിൻ ഗഡ്കരി പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ വിമർശിച്ച മുഖ്യമന്ത്രിയോട് ഞാനൊരു മറുപടി ചോദിച്ചു. അതായത് നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്ത ആളാണ്. അതൊന്നും ഒരു തെറ്റില്ല, കേന്ദ്രമന്ത്രിയാണ്. പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല, BJP നേതാവ് മാത്രമാണ്. മുഖ്യമന്ത്രി ഞാൻ എത്രയോ പ്രാവശ്യം ജാവദേക്കറെ കണ്ടിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും കണ്ടിട്ടുണ്ട്. എന്തിനാ മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത്? എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത്? അല്ലെങ്കിൽ ജാവദേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? EP ജയരാജൻ പറയുന്നു എൻ്റെ മകൻ്റെ വീട്ടിലേക്കാണ് വന്നതെന്ന് പറയും. EP ജയരാജൻ്റെ മകൻ്റെ ആക്കുളത്തേക്കുള്ള വീട്ടിൽ എന്തിനാണ് പ്രകാശ് ജാവദേക്കർ പോയത്? അപ്പോൾ മറ്റവർ പറയുന്നത് പ്രകാശ് ജാവദേക്കറിൻ്റെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ജയരാജൻ പോയതെന്ന്. രണ്ടിനാണെങ്കിലും ഒരു കാര്യം, ഇവർ തമ്മിലുള്ള ബന്ധമാണ്. മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ എന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ കൂട്ടുപ്രതിയെ തള്ളിപ്പറയുകയാണ്. അതിന് പറയാം, ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാവുമെന്ന്. നല്ല ശിവനാണെങ്കിൽ കത്തിയെരിഞ്ഞു പോകും പാപി. നല്ല ശിവനാണ്, ഒറിജിനൽ ശിവനാണെങ്കിൽ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ശിവന്റെ കൂടെയാണ് കൂടുന്നത്. ഇല്ലെങ്കിൽ പിശാചിന്റെ കൂടെ പാപി കൂടിയ പിശാച് ഒന്നുകൂടി പാപിയാവും. അങ്ങനെ പറയും, ശിവന്റെ കൂടെ പാപി കൂടിയ ശിവൻ എങ്ങനെ പാപിയാവുന്നത്? അത് എന്ത് പഴഞ്ചൊല്ലാണത്? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേൾക്കുന്നത്. ഇതിൽ ഒരു കാര്യം വ്യക്തമല്ലേ, കേരളത്തിലെ CPM നേതാക്കളും കേരളത്തിലെ BJP നേതാക്കളും കേന്ദ്ര BJP നേതാക്കളും തമ്മിൽ നിരന്തരമായ ചർച്ച നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളെ തോൽപ്പിക്കാൻ, കോൺഗ്രസിനെയും UDF-നെയും തോൽപ്പിക്കാൻ. അതാണ് അവരുടെ അജണ്ട. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പം നിങ്ങൾ തൃശ്ശൂരിൽ നോക്ക്, പരസ്യമായിട്ട് നേതാക്കൾ പറഞ്ഞു തുടങ്ങി BJP വോട്ട് ചെയ്യണം, BJP വോട്ട് ചെയ്യണമെന്ന്. നന്നായത്. കാരണം അത്രയും CPM-കാരുടെ വോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടും. കാരണം ഏത് CPM പ്രവർത്തകനും, ആത്മാർത്ഥതയുള്ളൊരു CPM പ്രവർത്തകനും നേതാക്കന്മാർ പറയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, കരുവന്നൂരിൽ ED വന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ വോട്ട് വാങ്ങിച്ചെടുക്കാൻ വേണ്ട. CPM നേതാക്കളെ, പ്രധാനപ്പെട്ട ഒറ്റ നേതാക്കളെ അറസ്റ്റ് ചെയ്യാതെ എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം ഏത് CPM നേതാവും. പാർട്ടി ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും വിരട്ടി നിർത്തിയിരിക്കുകയാണ്. അതിനാണ് തൃശ്ശൂർ പൂരം വർഗീയതയ്ക്ക് അരിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. തൃശ്ശൂർ പൂരം എന്നിട്ട് ഒരു കമ്മീഷണറുടെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചു ഇല്ലേ? ആ കമ്മീഷണർ രാത്രി മുഴുവൻ അരിഞ്ഞാടി എന്ന് പറയണം.
രാത്രി മുഴുവൻ ഈ കമ്മീഷൻ അഴിഞ്ഞാടുമ്പോൾ ഈ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള 2 മന്ത്രിമാർ ജില്ലയിൽ ക്യാമ്പുണ്ട്, ADGP ക്യാമ്പുണ്ട്. മുഖ്യമന്ത്രി ഉറങ്ങിപ്പോയോ? ഒരു കമ്മീഷണർ ഒരു സ്ഥലത്ത്, ഒരു സിറ്റിയിൽ, തൃശ്ശൂർ പൂരത്തിൻ്റെ സ്ഥലത്ത് അഴിഞ്ഞാടുമ്പോൾ ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സീറ്റിലിരിക്കാൻ യോഗ്യനല്ല. അവ അറിഞ്ഞിട്ടും മനഃപൂർവ്വം BJPയെ സഹായിക്കാൻ പ്ലോട്ട് ഉണ്ടാക്കി കൊടുത്താണ്, ഒരു വർഗീയത ഉണ്ടാക്കി മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്.